ഫ്യൂ, എ ഫ്യൂ, ക്വയറ്റ് എ ഫ്യൂ. ഇത് ഉപയോഗിക്കുമ്പോൾ ചെറിയ കൺഫ്യൂഷനൊക്കെ തോന്നിയിട്ടില്ലേ? ഇന്നത്തെ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതാണ്. ഫ്യൂ, എ ഫ്യൂ ആൻഡ് ക്വയറ്റ് എ ഫ്യൂ. ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണ്, ഏത് സന്ദർഭത്തിലാണ് അത് ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലെസൺ ആയിരിക്കും ഇത്, ശ്രദ്ധിക്കുക. ആദ്യം ഇതിൻ്റെയൊക്കെ മീനിങ് എന്താണ്, ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള സെൻറ്റൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇത് ഏത് സന്ദർഭത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയ ശേഷം ഒരു ചെറിയ ക്വിസ്. അപ്പോൾ ലെസൺ ശ്രദ്ധിക്കുക. ഫ്യൂ എന്ന് പറഞ്ഞാൽ അതിന് ഒരു നെഗറ്റീവ് മീനിങ് ആണ് ഉള്ളത്. ഹാർഡ്ലി എനി, ഒരു നെഗറ്റീവ് സെൻസ് തന്നെയാണ് അതിന്. എ ഫ്യൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, സം എന്നുള്ള മീനിങ് ഉണ്ട്. എ സ്മോൾ ബട്ട് എ നോട്ടീസബിൾ എമൗണ്ട്. എ ഫ്യൂ എന്ന് പറയുമ്പോൾ ഒരു നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ട്. നെഗറ്റീവ് മീനിങ് അല്ല, അതിന് ഒരു പോസിറ്റീവ് മീനിങ് ആണ്. അതല്ലെങ്കിൽ അതിനൊരു ന്യൂട്രൽ മീനിങ്ങിലും ഉപയോഗിക്കാം. ക്വയറ്റ് എ ഫ്യൂ എന്ന് പറഞ്ഞാൽ എ ഡീസൻറ്റ് എമൗണ്ട്, മോർ ദാൻ എക്സ്പെക്റ്റഡ്, ആവശ്യത്തിലധികം ഉണ്ട്. അതിന് ഒരു എംഫാറ്റിക് ആയിട്ടുള്ള മീനിങ് ആണ്, വളരെ സ്ട്രെസ് ചെയ്തിട്ടുള്ള ഒരു മീനിങ് ആണ് ക്വയറ്റ് എ ഫ്യൂ എന്ന് പറയുമ്പോൾ. മോർ ദാൻ എക്സ്പെക്റ്റഡ്, പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ അധികം, ആവശ്യത്തിലധികം തന്നെ ഉണ്ട് എന്ന മീനിങ്ങിലൊക്കെ പറയില്ലേ, അവിടെയാണ് ക്വയറ്റ് എ ഫ്യൂ എന്ന് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും സ്ട്രക്ചർ നോക്കാം. ഫ്യൂ എന്നതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് പ്ലൂറൽ നൗൺസ് തന്നെയാണ്. ഫ്യൂ ചാൻസസ്. എ ഫ്യൂ എന്നതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതും പ്ലൂറൽ നൗൺസ് തന്നെയാണ്. എ ഫ്യൂ മിനിറ്റ്സ്. ക്വയറ്റ് എ ഫ്യൂ കഴിഞ്ഞിട്ടും പ്ലൂറൽ നൗൺസ് തന്നെ ഉപയോഗിക്കാം. ക്വയറ്റ് എ ഫ്യൂ ഓപ്ഷൻസ്. ഫ്യൂ എന്നതിൻ്റെ കൂടെ പലപ്പോഴും വെരി എന്ന് ചേർത്തിട്ട് വെരി ഫ്യൂ എന്ന് ഉപയോഗിക്കാറുണ്ട്. എ ഫ്യൂ എന്നതിൻ്റെ കൂടെ വെരി എന്ന് ഉപയോഗിക്കാറില്ല. ഫ്യൂ ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫ്യൂ പീപ്പിൾ അണ്ടർസ്റ്റുഡ് ദ ജോക്ക്. ഫ്യൂ പീപ്പിൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അണ്ടർസ്റ്റുഡ് ദ ജോക്ക്, ആ ജോക്ക് മനസ്സിലായി എന്നല്ലേ. ഫ്യൂ പീപ്പിൾ അണ്ടർസ്റ്റുഡ് ദ ജോക്ക് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ആർക്കും മനസ്സിലായില്ല എന്ന് തന്നെയാണ്, നെഗറ്റീവ് മീനിങ് ആണ്. ഫ്യൂ പീപ്പിൾ അണ്ടർസ്റ്റുഡ് ദ ജോക്ക് മീൻസ് ആർക്കും കാര്യമായിട്ടൊന്നും ആ ജോക്ക് മനസ്സിലായില്ല. ഷീ ഹാഡ് ഫ്യൂ ഓപ്ഷൻസ് ലെഫ്റ്റ്, അവൾക്ക് ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നോട്ട് മെനി. വെരി ഫ്യൂ ബുക്സ് വേർ ലെഫ്റ്റ് ഓൺ ദ ടേബിൾ. വെരി ഫ്യൂ ബുക്സ്, നോക്കൂ, ഫ്യൂ തന്നെയാണ്, വെരി എന്നത് അതിന് മുന്നിൽ ഉപയോഗിച്ചു എന്ന് മാത്രം. അവിടെയും നെഗറ്റീവ് മീനിങ് തന്നെയാണ്. അങ്ങനെ ആവശ്യത്തിനുള്ള ബുക്കൊന്നും ഉണ്ടായിരുന്നില്ല. നോട്ട് മെനി. ഇനി എ ഫ്യൂ ഉപയോഗിക്കുന്നത് അങ്ങനെയല്ല, നെഗറ്റീവ് മീനിങ്ങിലല്ല. ഐ നീഡ് എ ഫ്യൂ മോർ മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ എ ഫ്യൂ ആണ് ഉപയോഗിച്ചത്. ഐ നീഡ് സം മോർ മിനിറ്റ്സ് എന്നാണ്, എനിക്ക് കുറച്ചുകൂടി മിനിറ്റ്സ് ആവശ്യമുണ്ട്. എ ഫ്യൂ സ്റ്റുഡൻസ് പാസ്ഡ് ദ ടെസ്റ്റ്. കുറച്ച് കുട്ടികൾ ടെസ്റ്റ് പാസ്സായി. ക്യാൻ ഐ ഹാവ് എ ഫ്യൂ കുക്കീസ്. ക്യാൻ ഐ ഹാവ് എ ഫ്യൂ കുക്കീസ്, എനിക്ക് കുറച്ച് കുക്കീസ് കിട്ടുമോ, എനിക്ക് എടുക്കാൻ പറ്റുമോ എന്നാണ്. എ ഫ്യൂ അവിടെയൊക്കെ സം എന്ന മീനിങ് ആണ്. ക്വയറ്റ് എ ഫ്യൂ ഫാൻസ് വെയിറ്റഡ് ഔട്ട്സൈഡ്. ക്വയറ്റ് എ ഫ്യൂ എന്ന് പറഞ്ഞാൽ വളരെ എംഫസിസോടു കൂടി പറയുകയാണ്. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ക്വയറ്റ് എ ഫ്യൂ പീപ്പിൾ, കുറച്ച് ആളുകൾ എന്നത് വളരെ സ്ട്രെസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. അവിടെ ഉണ്ടായിരുന്നു, വളരെ എംഫാറ്റിക് ആയിട്ടാണ് അത് പറയുന്നത്. ക്വയറ്റ് എ ഫ്യൂ ഫാൻസ് വെയിറ്റഡ് ഔട്ട്സൈഡ്, കുറച്ച് ഫാൻസ് പുറത്ത് വെയിറ്റ് ചെയ്തു. ഷീ ഹാസ് റെഡ് ക്വയറ്റ് എ ഫ്യൂ നോവൽസ് ദിസ് മന്ത്. അവൾ ഈ മാസം കുറച്ച് ബുക്കുകൾ വായിച്ചു. അത് കുറച്ചധികമാണ്, മോർ ദാൻ എക്സ്പെക്റ്റഡ് ആണ്, ഒരു ഡീസൻറ്റ് നമ്പർ ഓഫ് ബുക്സ്. ക്വയറ്റ് എ ഫ്യൂ മിസ്റ്റേക്സ് വേർ ഫൗണ്ട്. കുറച്ചധികം മിസ്റ്റേക്സ് കണ്ടു എന്ന് തന്നെയാണ്. ക്വയറ്റ് എ ഫ്യൂ മിസ്റ്റേക്സ് വേർ ഫൗണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഒരു കമ്പാരിസൺ നോക്കാം. ഫ്യൂ ടൂറിസ്റ്റ് വിസിറ്റഡ് ദ മ്യൂസിയം ദിസ് മന്ത്. ഫ്യൂ ടൂറിസ്റ്റ്, കുറച്ച് ടൂറിസ്റ്റുകൾ എന്നല്ലേ, പക്ഷേ അത് ഒരു നെഗറ്റീവ് മീനിങ്ങിലാണ്. കാര്യമായിട്ട് ആളുകളൊന്നും മ്യൂസിയം ഈ മാസം വിസിറ്റ് ചെയ്തില്ല എന്ന് തന്നെയാണ്. എ ഫ്യൂ ടൂറിസ്റ്റ് എൻജോയ്ഡ് ദ ന്യൂ എക്സിബിറ്റ്.
എ ഫ്യൂ ടൂറിസ്റ്റ്. ഇവിടെ സം ടൂറിസ്റ്റ്, അത് ഒരു പോസിറ്റീവ് സെൻസിൽ തന്നെയാണ് പറയുന്നത്. സം ടൂറിസ്റ്റ് എന്നാണ് അവിടെ മീനിങ്. സം ടൂറിസ്റ്റ് എൻജോയ്ഡ് ദ ന്യൂ എക്സിബിറ്റ്. അവർ എൻജോയ് ചെയ്തു, പുതിയ ആ ഒരു എക്സിബിറ്റ് അവർ എൻജോയ് ചെയ്തു എന്നാണ്. അവിടെ നെഗറ്റീവ് മീനിങ് അല്ല. ക്വയറ്റ് എ ഫ്യൂ ടൂറിസ്റ്റ് ബുക്ക്ഡ് ടിക്കറ്റ്സ് ഓൺലൈൻ. ക്വയറ്റ് എ ഫ്യൂ ടൂറിസ്റ്റ്, കുറേ അധികം ആളുകൾ, എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ ആളുകൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തു എന്നാണ്. ക്വയറ്റ് എ ഫ്യൂ ടൂറിസ്റ്റ് ബുക്ക്ഡ് ടിക്കറ്റ്സ് ഓൺലൈൻ. ക്വയറ്റ് എ ഫ്യൂ ഉപയോഗിക്കുമ്പോൾ വളരെ കുറച്ചധികം ആളുകൾ, എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ ആളുകൾ അങ്ങനെ ചെയ്തു എന്നാണ്. ഇനി അടുത്തത് ഒരു മിനി ക്വിസ് ആണ്, ശ്രദ്ധിക്കുക. Fill in the blanks. Blank people showed up, so we cancelled. Few വേണോ few വേണോ അവിടെ? Few people showed up, so we cancelled. ക്യാൻസൽ ചെയ്തു എന്നല്ലേ, അപ്പോൾ ആരും വന്നില്ല എന്ന് തന്നെയാണ് അവിടെ വേണ്ടത്. Few people showed up. Next one, true or false. Quite a few means very little. അത് ഫാൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്വയറ്റ് എ ഫ്യൂ എന്ന് പറഞ്ഞാൽ വെരി ലിറ്റിൽ എന്നല്ല മീനിങ്. ചൂസ് ദ കറക്റ്റ് വൺ. ഐ ഹാവ് ബ്ലാങ്ക് മിനിറ്റ്സ് ലെഫ്റ്റ്. ഐ ഹാവ് എ ഫ്യൂ മിനിറ്റ്സ് ലെഫ്റ്റ്. എ ഫ്യൂ എന്ന് പറഞ്ഞാൽ സം ആണ്, പോസിറ്റീവായിട്ടുള്ള ഒരു സെൻസിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ വേണ്ടത് എ ഫ്യൂ. അപ്പോൾ ഈ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു. ഫ്യൂ, എ ഫ്യൂ, ക്വയറ്റ് എ ഫ്യൂ, ഇത് ഉപയോഗിക്കുന്നതിനുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു.